അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ നല്ലൊരു ഓറഞ്ച് ജ്യൂസാണ് തയ്യാറാക്കുന്നത്. നമ്മൾ സാധാരണ ഓറഞ്ച് ജ്യൂസ് തയ്യാറാക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ഓറഞ്ച് ജ്യൂസ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. 2 ഓറഞ്ചാണ് ഞാൻ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓറഞ്ചിൻ്റെ കുരു പെട്ടിട്ടുണ്ടെങ്കിൽ ജ്യൂസിന് ഒരു കയ്പ്പ് വരും. അപ്പോൾ നമുക്ക് തൊലി കളഞ്ഞിട്ട് ഇതൊന്ന് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാം. വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ കുരു കളയാൻ എളുപ്പമാണ്. അപ്പോൾ ഓറഞ്ച് തൊലി കളഞ്ഞിട്ട് നമുക്ക് കത്തി വെച്ചിട്ട് ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു 2-3 പീസായിട്ട് കട്ട് ചെയ്താൽ മതിയിട്ട്. അപ്പോൾ ഉള്ളിലുള്ള കുരുവൊക്കെ നമുക്ക് പെട്ടെന്ന് എടുത്ത് മാറ്റാൻ പറ്റും. ഇതിപ്പോൾ അധികം കുരുവില്ലാത്ത ഓറഞ്ചാണ്. ഒരു കുരു പെട്ടാൽ തന്നെ ജ്യൂസിന് പെട്ടെന്ന് കയ്പ്പായി മാറും. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുരു എടുത്ത് മാറ്റാം. അപ്പോൾ ഓറഞ്ചെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജ്യൂസ് അടിക്കാൻ എടുക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം കൂടെ ഒഴിക്കാം. 1 കപ്പ് നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഐസ് ക്യൂബ്സും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ച് നമുക്ക് ജ്യൂസ് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ജ്യൂസ് നമുക്കൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. ഇപ്പോൾ നമ്മൾ ജ്യൂസ് നന്നായിട്ട് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് കണ്ടൻസ്ഡ് മിൽക്ക്. ഒരു 1-1.5 ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മധുരമൊക്കെ ഒന്ന് നോക്കാം. കുറവുണ്ടെങ്കിൽ പിന്നെ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കി കുടിക്കാൻ പറ്റിയൊരു ജ്യൂസാണ് കേട്ടോ. കൂടുതൽ സമയം വെച്ചാൽ ചിലപ്പോൾ ഇത് പിരിയും. ഓറഞ്ചും കണ്ടൻസ്ഡ് മിൽക്കും ഇല്ല, അപ്പോൾ കുറച്ച് സമയമൊക്കെ ഇരുന്ന് കഴിഞ്ഞ് പെട്ടെന്ന് അങ്ങ് പിരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയൊരു ജ്യൂസാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. മധുരം നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം കുറച്ച് കുറവുണ്ട്, അപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മൾ ഓറഞ്ച് ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് ഈ ജ്യൂസിന്. അപ്പോൾ നമ്മുടെ ഓറഞ്ച് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ജ്യൂസ് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റ് ആട്ടോ. അധികം സമയം വെക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കി കുടിക്കണം. അപ്പോൾ എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന ഓറഞ്ച് ജ്യൂസ് ഒന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് അഭിപ്രായം അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.